കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ 2025 ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നിന്നും ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ 50+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിൻ്റെ കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ച് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നെ പോകെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് കണ്ടൻസ് റിലേറ്റഡ് ഫാക്ട്സും കൂടി നമ്മൾ പഠിച്ച് പോയത് കൊണ്ട് നമുക്ക് റിപ്പീറ്റഡ് വരുന്നത് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ബാക്കി 2025 ചോദിച്ചിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറിലെ കാര്യമാണ്. നമുക്ക് ഇന്നലെ തന്നെ നമുക്ക് 55 മിനിറ്റിലായിട്ട് കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. സോ സെക്കൻഡ് പാർട്ട് വന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ fill in the appropriate pronouns and mark your answer in the response sheet. അപ്പോൾ പ്രോനൗൺ കണ്ടുപിടിക്കാനാണ്. It's an interesting book. I have read this a long ago. It is not mine, it is dash. അപ്പോൾ നമുക്ക് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരു പൊസസീവ് പ്രോനൗൺ ആണെന്ന് മനസ്സിലായി. സോ ഹേഴ്സ്, ദെയർസ്, ആസ്, ജോൺസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അതെന്തായാലും അത് എൻ്റെ അല്ല, അത് അവളുടേതാണെന്നായിരിക്കും പറയാം. അപ്പോൾ ഓപ്ഷൻ എ ഹേഴ്സ് ആയിരിക്കും വരാം. നമുക്ക് ഡൗട്ട് ദെയർ ഒരിക്കലും വരത്തില്ല എന്ന് നമുക്കറിയാം. ബിക്കോസ് എന്താണ് ഇതിൽ ദെയർ എന്ന് പറയുമ്പോഴത്തേക്ക് പൊസസീവ് അല്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അത് പൊസസീവ് അഡ്ജക്റ്റീവാണ്. ആസ് വരാത്തിൻ്റെ കാര്യം എന്താണ്? ആസ് എന്ന് പറയുന്നത് പൊസസീവ് പ്രോനൗൺ ആണെങ്കിൽ പോലും ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വായിക്കുമ്പോൾ ഈ സെൻറ്റൻസിൽ വന്നിട്ട് അവിടെ ഒരു സിംഗുലർ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരിക്കലും ആസ് പ്ലൂറൽ ആയതുകൊണ്ട് അതെന്തായാലും വരത്തില്ല. പിന്നെയുള്ളത് എന്താണ്? ജോൺസ് നമുക്ക് പറയത്തില്ല. ബിക്കോസ് നമുക്ക് ഇവിടെ തന്നെ അറിയാം ജോൺസ് ഒരു പൊസഷൻ ആണെങ്കിൽ പോലും അത് പൊസസീവ് നൗൺ ആണ്. നമുക്കിവിടെ വേണ്ടത് എന്താണ്? പൊസസീവ് പ്രോനൗൺ ആണ്. അതുകൊണ്ട് ഹേഴ്സ് മാത്രമേ വരത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, insert the most suitable adverb of course and mark your answer in the response sheet. Adverb of course ആണ് വേണ്ടത്. He was late for the meeting. Dash, he missed the initial proceedings of the event. Consequently, gradually, slowly, abruptly. അപ്പോൾ നമുക്കറിയാം he was late for the meeting. അവൻ മീറ്റിംഗ് ലേറ്റ് ആയത് കൊണ്ട് he missed the initial proceedings of the event. അതുകൊണ്ട് അവൻ ആ ഇവൻറ്റിൽ ഇനിഷ്യൽ പ്രൊസീഡിങ്സ് ഒക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ലേറ്റ് ആയത് കൊണ്ട്. അപ്പോൾ കൊണ്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോൺസിക്വൻ്റ്ലി എന്നായിരിക്കും വരാം. ബിക്കോസ് കോൺസിക്വൻ്റ്ലി ആണ് ഇവിടെ ആഡ്വേർബ് ഓഫ് കോസ് ആയിട്ട് വരാം. ബിക്കോസ് ആസ് എ റിസൾട്ട് അല്ലെങ്കിൽ ദെയർ ഫോർ എന്ന അർത്ഥമായിരിക്കും വരാം. ഗ്രാജുവലി എന്ന് പറയുമ്പോഴത്തേക്കും അതുകൊണ്ട് മീൻസ് എന്താണ്? ഗ്രാജുവലി വിത്തിൻ ടൈം എന്നാണ്, അല്ലെങ്കിൽ ഓവർ ദി പീരീഡ് എന്നൊക്കെ ആയിരിക്കും ഒരു അർത്ഥം വരുന്നുണ്ട്. അവ സ്ലോലി എന്ന് പറയുമ്പോൾ പതുക്കെ ആയിരിക്കും. അബ്രപ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് സഡൻലി, പെട്ടെന്ന്, അബ്രപ്ലി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സഡൻലി എന്നായിരിക്കും അർത്ഥം വരിക. അപ്പോൾ എന്തായാലും കോൺസിക്വൻ്റ്ലി മാത്രമേ വരത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, select an appropriate idiom and complete the sentence and mark your answers in the response sheet. She didn't mean to dash, but she accidentally revealed the surprise party details. അപ്പോൾ കോൺടെക്സ്റ്റ് നമുക്ക് വായിക്കുമ്പോഴത്തേക്കും വിചാരിച്ചില്ല അങ്ങനെ പറയണം എന്നുള്ളത്, പക്ഷെ പറഞ്ഞു പോയി. അപ്പോൾ എന്താണ്? സ്പിൽ ദ ബീൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ബ്രേക്ക് ഒരിക്കലും എന്താണ് ബാക്കി ഓപ്ഷൻസ് വരത്തില്ല. ബിക്കോസ് ബ്രേക്ക് ദി ഐസ് എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. കംഫർട്ടബിൾ ആക്കുക, റിലാക്സ്ഡ് സിറ്റുവേഷൻ ആക്കുക, ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെന്തായാലും ഈ ഒരു കോൺടെക്സ്റ്റ് വരത്തില്ല. ഹിറ്റ് ദി റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുതിയ കാര്യം, മീൻസ് ബിഗിൻ എ ജേർണി അല്ലെങ്കിൽ ലീവ് ആ പ്ലേസ്, അതൊക്കെ ആയിരിക്കും ഹിറ്റ് ദി റോഡ് എന്ന് പറയുന്നുണ്ടാവും. കട്ട് ദി കോർണർ എന്ന് പറയുമ്പോഴത്തേക്കും റൂൾസോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയോ കാര്യങ്ങളോ നോക്കാതെ ഒരു കാര്യം ഭയങ്കര ഈസിയസ്റ്റ് ആയിട്ട്, ചീപ്പസ്റ്റ് ആയിട്ട്, ഫാസ്റ്റസ്റ്റ് വേയിൽ ചെയ്യുക. അതാണ് ഈ കട്ട് ദി കോർണേഴ്സ് എന്ന് പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ സീക്രറ്റ്സുമാർ പറഞ്ഞുകൊണ്ട് സ്പിൽ ദി ബീൻസ് ആണ് എന്താണ് ആ സീക്രറ്റ്സ് റിവീൽ ചെയ്യുന്ന കാര്യം. നമ്മൾ മറ്റേ ബീറ്റ് ദി ബുഷസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് സീക്രറ്റ്സുമായി ബന്ധപ്പെട്ട് പഠിച്ച് വീണ്ടും ആ ഏരിയയിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, അടുത്ത നമുക്ക് ഇതുമായി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ പറഞ്ഞതാണ് ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്നായിരിക്കും. പെട്ടെന്നല്ല, റിവീൽ എ സീക്രറ്റ് ആണ് പറയുന്നുണ്ടാകുന്നത്. കീപ്പ് ഇറ്റ് അണ്ടർ എ ഹാറ്റ് എന്നാണ് നമുക്ക് തുപ്പി അടി വെക്കുന്നത്. കീപ് സംതിങ് സീക്രട്ട് എന്ന അർത്ഥമായിരിക്കും വരുന്നുണ്ടാവുക. ഹിയർ ഇറ്റ് ത്രൂ ദ ഗ്രേപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു അതോറിറ്റി അല്ലാണ്ട് നമ്മളൊരാളെ പറ്റി ഗോസിപ്പൊക്കെ പറയാം, ആ ഒരു സാധനമായിരിക്കും. റൂമർ പറയാൻ, ന്യൂസ് കേൾക്കുക, ആ സംഭവിക്കും. മംസ് ദി വേൾഡ് എന്ന് പറയുമ്പോൾ ടു റിമൈൻഡ് ടു കീപ് ക്വയറ്റ് അബൌട്ട് സംതിങ്, ഒരു കാര്യത്തെ പറ്റി മിണ്ടാതിരിക്കാൻ, സംസാരിക്കണം, മിണ്ടരുത്, ആ സംഭവം പറഞ്ഞു. ഹോൾഡ് യുവർ ടങ് എന്ന് പറയുമ്പോൾ അതും എന്താണ്? ആ ഒരു കാര്യം സംസാരിക്കാനായിട്ട് റീഫ്രെയിൻ ഫ്രം സ്പീക്കിംഗ് എന്നൊരു അർത്ഥമായിരിക്കും വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആന്റണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. അപ്പോൾ എന്തായിരിക്കും? താഴെ തന്നിരിക്കുന്ന വേർഡ് ആന്റണിം പറഞ്ഞാണ്. ദേ കൺസീൽ
ദി മാറ്റർ. കൺസീൽ നമ്മൾ മേക്കപ്പിൽ കൺസീൽ ഉപയോഗിക്കുന്നതാണ്, അത് മറയ്ക്കുക എന്നത് അർത്ഥം വയ്ക്കുക. അപ്പോൾ അതിന് ലൈക്ക് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും റിവീൽ ചെയ്യുക, ഷോ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? ഡിനൈഡ് അല്ല, റെസ്പെക്റ്റഡ്, അൺവെയിൽഡ് ആൻഡ് ട്രസ്റ്റഡ്. അപ്പോൾ ഓപ്ഷൻ സി അൺവെയിൽഡ് ആണ്. ബിക്കോസ് ഓപ്ഷൻ എ അല്ല. ഡിനൈ എന്ന് പറയുമ്പോഴത്തേക്കും തടസ്സപ്പെടുത്തുക എന്ന സംഭവമായിരിക്കും. ലൈക്ക് അതൊരു കൺസീൽഡ് പോലൊരു അർത്ഥം വരുന്നൊരു കാര്യമാണ്. പിന്നെ റെസ്പെക്റ്റഡ് ഉണ്ട്, ട്രസ്റ്റഡ് ഉണ്ട്, അതൊന്നും ആയിരിക്കില്ല. കൺസീൽഡ് ഓപ്പോസിറ്റ് എന്താണ്? അൺവെയിൽഡ് ആയിരിക്കും. അൺവെയിൽഡ് എന്ന് പറയുമ്പോൾ ടു ഷോ ഓർ റിവീൽ. അപ്പോൾ ഈ ഹൈഡ് ആക്കുക, റിവീൽ ആക്കുക എന്നീ കാര്യങ്ങളിലെ കുറച്ച് ആൻറ്റണിംസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തത് ഒബ്സ്ക്വയർ ഹൈഡ് ആക്കുക എന്നാണ്. ലൈക്ക് അത് ക്ലിയർ ആക്കുക, എവിഡൻ്റ് ആക്കാൻ ഓപ്പോസിറ്റ്. അപ്പോൾ ഒബ്സ്ക്വയർ ആ വാക്ക് പഠിച്ചു വെച്ചു, അതെന്തായാലും ചോദിക്കുന്നുണ്ട്. സിനോണിമായിട്ട് ആൻറ്റണിമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള വാക്കാണ് ഒബ്സ്ക്വയർ എന്ന് പറയുന്നത്. ഹൈഡ് ആക്കുക എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ്. കൊവേർട്ട് ഉണ്ട്, കൊവേർട്ടിൻ്റെ ഓപ്പോസിറ്റാണ് ഒവേർട്ട്. പക്ഷെ അത് ഓവേർട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കൊവേർട്ട് എന്താണെന്നും ഒവേർട്ട് എന്താണെന്നാണ്. സോ കൊവേർട്ട് ആക്ച്വലി ഹൈഡ് ആക്കുക എന്നാണ് കൊവേർട്ട്. നമുക്ക് കൊവാർഡ് ചെയ്യാം, പീരിയായിട്ട് മറിഞ്ഞിക്ക് വിളിക്കുക, അങ്ങനെ. കൊവേർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മറയ്ക്കുക. ഒവേർട്ട് എന്ന് പറയുമ്പോൾ പുറത്തോട്ട് വരിക എന്ന ആ ഒരു സംഭവമാണ് ഓർത്തിരിക്കുക. ഇത് ഒരുപാട് വട്ടം ചോദിച്ചതാണ്. പിന്നെ ക്യാമഫ്ലേഗ് ഉണ്ട്. ക്യാമഫ്ലേഗ് അറിയാലോ, ബേസിക്കലി ക്യാമഫ്ലേഗ് വരുന്നത് മറ്റേ ഓന്തിൻ്റെ നിറം മാറുന്ന അവരെ ഹൈഡാക്കി വെക്കുക, റിവീൽ, ഷോ എന്നാണ് പറഞ്ഞത്. വേഗ് ഉണ്ട്, വേഗ് ഐഡിയ എന്നൊക്കെ പറയുന്നത് ഡെഫിനറ്റ് അല്ലെങ്കിൽ പ്രിസൈസ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ട്രൂത്ത് ആൻഡ് ലൈ പറയുമ്പോൾ ഒതൻറ്റിക് ഉണ്ട്. ഒതൻറ്റിക്കിന് നമുക്കറിയാമല്ലോ വല്ല റിയൽ ആയിട്ടുള്ള അതാണ് ഒതൻറ്റിക് എന്ന് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫേക്ക് അല്ലെങ്കിൽ സ്പ്യൂരിയസ് വാക്ക് പഠിച്ചു വയ്ക്കണം. എനിക്ക് സ്പ്യൂരിയസ് വാക്ക് ചോദിക്കും. സ്പ്യൂരിയസ് എന്താണ്? ഫേക്ക് എന്ന അർത്ഥം വരുന്നതാണ് സ്പ്യൂരിയസ് എന്ന് പറയുന്നത്. ലൈ എന്നൊക്കെ സംഭവിക്കുക വന്നിട്ടുണ്ടാവും. കാൻഡിഡിൻ്റെ ഓപ്പോസിറ്റാണ് ഇവേസീവ് എന്ന് ഓർത്തിരിക്കുക. ഇവേസീവ് ആണ് കാൻഡിഡ്. ഇൻവേസീവ് വാക്കുണ്ടല്ല, ഇവേസീവ് ആണ് കാൻഡിഡിൻ്റെ ഓപ്പോസിറ്റ് എന്ന് ഓർത്തിരിക്കുക. ഇതിൽ ഓർക്കേണ്ടത് ഒബ്സ്ക്യൂർ ആണ്. ഒബ്സ്ക്യൂർ എന്ന് പറയുമ്പോൾ ഹൈഡ് എന്ന് പറയുന്ന അർത്ഥമാണ് വരുന്നുണ്ടാവുന്നത്. കൊവേർട്ട് ഓവേർട്ടാണ്. കൊവേർട്ട് ഹൈഡാണ്, ഓവേർട്ട് ഷോ ചെയ്യാനാണ്. ക്യാമഫ്ലേഗ് റിവീൽ ഉണ്ട്. വേഗ് പ്രിസൈസ് ഉണ്ട്. പിന്നെ ഒതൻറ്റിക് വരുമ്പം സ്പ്യൂരിയസ് എന്ന വാക്ക് ഓർത്തിരിക്കുക. കാൻഡിഡ് വരുമ്പോൾ ഇവേസീവ് കൂടെ ഓർത്തിരിക്കുക. Other question. The italicized word in the following sentence means, as a teacher, she resented invidious remarks made on her students by her colleagues. Invidious എന്ന് പറയുന്നതിൻ്റെ എന്ത് പറയണം എന്നാണ്? മീൻസ് എന്നാണ്. അപ്പോൾ സിനോണിം ലൈക്ക് അതിൻ്റെ അർത്ഥം പറയണം. ഇൻവീഡിയസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓർക്കാനെളുപ്പം എൻവി എന്ന വാക്കില്ല. എൻവി നെഗറ്റീവ് ആയിട്ടുള്ള വാക്ക്. അതേപോലെ ഇൻവീഡിയസ് എൻവി പറയുന്നത് അൺപ്ലസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഇതേപോലെ വേറൊരു അൺപ്ലസൻ്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചു. ബൈ ദി ബുള്ളറ്റ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ആണ്, ഇഡിയമിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻവീഡിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻവി ഓർത്തിരിക്കുക, അതേപോലെ അൺപ്ലസൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഒരിക്കലും നമുക്ക് ഇൻവീഡിയസ് എന്ന് പറയുമ്പോൾ ഒരു ക്രൂവൽ അല്ലെങ്കിൽ സർക്കാസ്റ്റിക് പറയാൻ തോന്നും. അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. പക്ഷേ ഓർത്തിരിക്കുക ഇൻവീഡിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻവി ആണെന്ന് ഓർത്തിരിക്കുക. എൻവി അൺപ്ലസൻ്റ് ആണെന്ന രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് വാക്കുകളും അതിൻ്റെ മീനിങ്സും പഠിച്ചു വയ്ക്കുക. ഒന്നെന്ന് പറയുമ്പോൾ ഈ ഹാംഫുൾ സ്പീച്ച്, മോശമായി സംസാരിക്കുന്ന ആ രീതി നമ്മൾ ഉപയോഗിക്കുന്ന 3 വാക്കാണ്. സ്ലാൻഡറസ്, ഡെറോഗേറ്ററി ആൻഡ് അബ്രസീവ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അബ്രപ്റ്റ്ലി പഠിച്ചല്ലോ, അപ്പം സഡൻ ആയിട്ട് വരാവുന്ന മീനിങ് പോലെ ഇവിടെ അബ്രസീവ് ഉണ്ട്. അബ്രസീവ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള ഒരാളുടെ ഫീലിങ്സിൽ കൺസേൺ ഇല്ലാണ്ട് ഭയങ്കര ഹാർഷ് സംസാരിക്കണം. അബ്രസീവ് എന്ന് പറയുന്നത് ഡിറ്റോറിയേറ്റ് എന്നാണ് അബ്രസീവ്, മുറിവേൽപ്പിക്കുക, അതാണ് അങ്ങനെയല്ല, മറ്റുള്ള ഫീലിങ്സിൻ്റെ കൺസേൺ ഇല്ലാതെ ഭയങ്കര ഹാർഷായിട്ട് പറയുന്നതാണ് അബ്രസീവ് എന്ന് പറയുന്നത്. ഡെറോഗേറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പറയുന്നതാണ് ഡെറോഗേറ്ററി എന്ന് പറയുന്നത്. സ്ലാൻഡറസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അത് ഒരാൾ അപകീർത്തിപ്പെടുത്തുന്ന പറയുന്ന പോലെയാണ് സ്ലാൻഡറസ് എന്ന് പറയുന്നത്. ഒരു റെപ്യൂട്ടേഷനെ നമ്മൾ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ പറയുന്നതാണ് സ്ലാൻഡറസ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഹാർംഫുൾ സ്പീച്ച് സ്ലാൻഡറസ് ഉണ്ട്, ഡെറോഗേറ്ററി ഉണ്ട്, അബ്രസീവ് ഉണ്ട്. സ്ലാൻഡറസ് എന്ന് പറയുമ്പോൾ അപകീർത്തി തരത്തുന്ന രീതിയിൽ സംസാരിക്കുക. ഡെറോഗേറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുക. അബ്രസീവ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒരാളുടെ ഫീലിങ്സിൽ കൺസേൺ ഇല്ലാത്ത ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് അടുത്തത് വേർഡ് ഓഫ് അൺഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ഈ ബെസ്റ്റ് എക്സാമ്പിളാണ് ബയസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരാളുടെ ഭാഗം അത് ചേർന്ന് സംസാരിക്കുന്നതായിരിക്കും ബയസ്. അതായത് 2 ഭാഗം ചേർന്ന് ന്യായമായ കാര്യം പറയാൻ അൺഫെയർ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് നമ്മൾ പറഞ്ഞ കാര്യമാണ് ബയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർബിട്രറി എന്ന് പറയുമ്പോഴത്തേക്ക് റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുക, അതാണ് മീൻസ് റാൻഡം ചോയ്സ് ആണ്. ഒന്നങ്ങനെ എടുത്ത് പോവുക, നല്ലതാണോ ചിത്രം അങ്ങനെ നോക്കുന്നത് ഒരു റാൻഡം ചോയ്സ് ആണ് ആർബിട്രറി. അപ്പോൾ അബ്രപ്റ്റ്ലി നോക്കുക, അബ്രേസീവ് നോക്കുക, പിന്നെ എന്താണ് ആർബിട്രറി നോക്കുക, അല്ലെ ഏകദേശം ഒരുപോലെ വാക്കാണ്. അബ്രപ്റ്റ്ലി പെട്ടെന്ന്, അബ്രസീവ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരുന്നു ഒരാളുടെ ഫീലിങ്സ് ഒന്നും നോക്കാതെ അയാളെ ഹേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആർബിട്രറി എന്ന് പറയുമ്പോഴത്തേക്കും റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുക എന്നൊരു കാര്യമാണ് എന്നുകൂടി ഓർത്തിരിക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ ഇഡിയം ആട്ടോ വീണ്ടും. ഇഡിയം in the following sentence means perfume were dimer dozen for him in those days. dimer dozen നമുക്കറിയാം 12 ഒരുപാട് ഉണ്ട് എന്നായിരിക്കും വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ റാരിറ്റി, പ്ലെൻറ്റി ആൻഡ് കോമൺ, പ്രഷ്യസ് ആൻഡ് വാല്യൂബിൾ, എക്സ്പെൻസീവ്. അപ്പോൾ നമുക്കറിയാം ഡൈമർ ഡസൻ വരുമ്പോൾ പ്ലെൻറ്റി ആൻഡ് കോമൺ ആണ്. ഡൈമർ ഡസൻ മീൻസ് ഒരു കോമൺ ആയിട്ടുള്ള പ്ലെൻറ്റി ആയിട്ടുള്ളതാണ് ഡൈമർ ഡസൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഡിയംസ് നമുക്ക് നോക്കാം. ആപ്പിൾ ഓഫ് വൺ ഐ, കണ്ണിൽ ഉണ്ണി എന്ന് പറയുന്ന പോലെ ഒരാൾക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഡിയർ ആയിട്ടുള്ള ഒരാളോ ഒരു വ്യക്തി സാധനമോ അങ്ങനെയൊക്കെ ആപ്പിൾ ഓഫ് വൺ ഐ എന്ന് പറയുന്നത്. സ്കാർസ്ലി എനി അല്ലെങ്കിൽ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ റയർ ആയിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ദി ലയൺ ഷെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മളിപ്പോൾ ഒരു കാട്ടിലെ ലൈനിന് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു നമ്മൾ കഥയിലൊക്കെ പറയത്തില്ല, അപ്പോൾ അത് വലിയൊരു ഭാഗമായിരിക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. മെജോറിറ്റി ഓഫ് സംതിങ് അല്ലെങ്കിൽ ലാർജസ്റ്റ് പാർട്ട് ഓഫ് സംതിങ്, അതൊക്കെ ഒരു വലിയൊരു ഭാഗം എന്ന് പറയുന്നതായിരിക്കും ലയൺ ഷെയർ എന്ന് പറയുന്നുണ്ടാവും. സ്മോൾ ഫ്രൈ എന്ന് പറയുമ്പോൾ വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്ന പേരാണ് ഈ സ്മോൾ ഫ്രൈ എന്ന് പറയുന്നുണ്ടാവുക. വർത്ത് ഇറ്റ്സ് വെയിറ്റ് ഇൻ ഗോൾഡ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി വാല്യൂബിൾ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് അങ്ങനെ പറയാം. ആപ്പിൾ ഓഫ് വൺ ഐ ഇപ്പോൾ ഡിയറസ്റ്റ് ആയിട്ടുള്ള നമുക്ക് കണ്ണിൽ ഉണ്ണിയായിട്ടുള്ള കാര്യമാണ്. സ്കാർസ്ലി എനി അല്ലെങ്കിൽ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര റയർ ആയിട്ടുള്ള കാര്യമാണ്. ലയൺ ഷെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു പാർട്ട്, ലാർജസ്റ്റ് പാർട്ട് ഓഫ് സംതിങ്, ഒരു മെജോറിറ്റി, അതൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. സ്മോൾ ഫ്രൈ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. വർത്ത് ഇറ്റ്സ് വെയിറ്റ് ഇൻ ഗോൾഡ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി വാല്യൂബിൾ ഓർ യൂസ്ഫുൾ ആയിരിക്കും വരുന്നുണ്ടാവുക. അതിൻ്റെ അടുത്തത് ഐ ബാങ്ക് ഓൺ യുവർ വേർഡ് എന്ന ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം. ബാങ്ക് ഓൺ യുവർ വേർഡ്, അപ്പോൾ ബാങ്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ്സ് ബേസിസ് ഓഫ് വൺസ് ഹോപ്പ് ഓൺ സംതിങ്, അതായത് ഒന്നിൽ മേലുള്ള ഒരാളുടെ വിശ്വാസം, അയാളുടെ അത് അങ്ങനത്തെ പറയുന്നതാണ് ബാങ്ക് ഓൺ യുവർ വേർഡ് എന്ന് പറയുന്നുണ്ടാവുക. ഈ അർത്ഥം പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇഡിയംസ് നമുക്ക് നോക്കാനുണ്ട്. അതിൽ ഒന്ന് കൗണ്ട് ഓൺ ആണ്. കൗണ്ട് ഓൺ എന്ന് പറയുമ്പോഴത്തേക്കും ടു റിലേ ഓൺ, അതിലേക്ക് ആ ബാങ്ക് ഓണിൻ്റെ അതേ ഒരു അർത്ഥം തന്നെയാണ് വന്നത്. ഒരാളുമേ റിലേ ഓൺ സംതിങ്, അതൊക്കെയാണ് എന്താ കൗണ്ട് ഓൺ. അപ്പോൾ ബാങ്ക് ഓണും കൗണ്ട് ഓണൊക്കെ ഏകദേശം ഒരുപോലെയാണ്. ഫോൾ ബാക്ക് ഓൺ ഉണ്ട്. ഫോൾ ബാക്ക് ഓൺ എന്ന് പറയുമ്പോഴത്തേക്കും ടു യൂസ് സംതിങ് ആസ് എ ലാസ്റ്റ് റിസോർട്ട് വെൻ അതർ പ്ലാൻസ് ഫെയിൽ. ഓക്കെ, വേറെ പ്ലാൻസ് ഒക്കെ ഫെയിൽ ആവുന്ന സമയത്ത് പിന്നെ അവസാന നിമിഷം നമ്മൾ ഇതെടുക്കുക, ഫോൾ ബാക്ക് ഓൺ, തിരിച്ച് വരിക, വീണ്ടും മേലോട്ട് വരിക എന്ന സാധനത്തിലാണ് വരുന്നുണ്ടാവുക. ലീൻ ഓൺ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ലീൻ ഓൺ, നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ്. ലുക്ക് അപ്പ് ടു, നമ്മൾ ഒരാളെ അഡ്മയർ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, അതൊക്കെയാണ് ലുക്ക് അപ്പ് ടു എന്ന് പറയുന്നത്. ടേൺ ടു എന്ന് പറയുമ്പോൾ ടു ഗോ ടു സമ്മൺ ഫോർ ഹെൽപ്പ് ഓർ അഡ്വൈസ്. ഐ ടേൺ ടു ഹിം, നമുക്ക് അഡ്വൈസിന് വേണ്ടി ഒരാളുടെ അടുത്തേക്ക് പോവുക എന്ന അർത്ഥമായിരിക്കും ടേൺ ടുവിൽ വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹിസ് ബിഹേവിയർ അറ്റ് ദി പാർട്ടി വാസ് അട്രോഷ്യസ്. സിനണിമാണ് ചോദിച്ചേക്കുന്നത്, അട്രോഷ്യസ്. ഇത് നേരത്തെയും ചോദിച്ചൊരു കാര്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയപ്പോൾ അതിനകത്ത് വന്നതാണ്. അട്രോഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പാലിംഗ്. ഗ്യാസ്ലി, അപ്പാലിംഗ് ഒക്കെ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൽ അട്രോഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പാലിംഗ് എന്നാണ് അർത്ഥം. അതായത് ഭയങ്കര വിഗ്ഡ് ആയിട്ടുള്ള, ബ്രൂട്ടൽ ആയിട്ടുള്ള, അൺപ്ലസൻറ്റ് ബാഡ് ആയിട്ടുള്ള സംഭവമാണ്. ഈ ഒരു ഷോക്കിംഗ് ആൻഡ് ഹൊറിഫൈങ് ആയിട്ടുള്ള ബിഹേവിയറാണ് അപ്പാലിംഗ് എന്നൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചധികം വാക്കുകളും സിനോണിംസും പഠിക്കാം. അതിലൊന്ന് ഈ ഹൊറിബിൾ അല്ലെങ്കിൽ ഷോക്കിംഗ്, അങ്ങനെ ഞെട്ടിക്കുന്ന അങ്ങനത്തെ അർത്ഥം വരുന്ന കുറച്ച് വാക്കുകളാണ്. അബോമിനബിൾ, ഗ്യാസ്ലി, ഹീനസ്, നേരത്തെ പറയുന്ന പോലെ എന്താണ്, അട്രോഷ്യസ്, അപ്പാലിംഗ്, ഇതൊക്കെ ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ആ ഒരു അർത്ഥം വരുന്ന വാക്കുകളാണ്. അല്ല, അബോമിനബിൾ എന്ന് പറയുമ്പോൾ വെരി ബാഡ് ആൻഡ് അൺപ്ലസന്റ്, അബോമിനബിൾ. അട്രോഷ്യസിൻ്റെ സിനോണിമാണ് അബോമിനബിൾ. ഗ്യാസ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഫിയർ ആയിട്ട്, ഹൊററായിട്ട് സംഭവമാണ് ഗ്യാസ്ലി. അപ്പാരൻ്റ്ലിയും അതുപോലെയാണ് ഹീനസ്, ഹീനമായിട്ട് കാര്യം. അപ്പോൾ എന്തൊക്കെ ആ വാക്കുകളൊക്കെ ആ ഒരു അർത്ഥത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ അട്രോഷ്യസ് ഉണ്ട്, അപ്പാലിംഗ് ഉണ്ട്, ഗ്യാസ്ലി ഉണ്ട്, ഹീനസ് ഉണ്ട്, അബോമിനബിൾ ഉണ്ടോ നോക്കുക. നമ്മൾ നേരത്തെ ഈ AB പറഞ്ഞ രീതിയിൽ അബ്രസീവ് പഠിച്ചു, അബ്രപ്റ്റ്ലി പഠിച്ചു, പിന്നെ ആർബിട്രറി പഠിച്ചു, ഇപ്പോൾ അബോമിനബിൾ പഠിച്ചു. അപ്പോൾ ആദ്യം പഠിച്ചു ചെയ്തായിരുന്നു അബ്രപ്റ്റ്ലി ആയിരുന്നു, പെട്ടെന്ന് പഠിച്ചു. അബ്രസീവ് നമ്മൾ പഠിച്ചു, ഒരാളുടെ ഫീലിങ്സ് നോക്കുക, സംസാരിക്കുക. ആർബിട്രറി, റാൻഡമായിട്ട് എടുക്കുക. പിന്നെ ഇപ്പോൾ അബോമിനബിൾ പഠിച്ചു. എന്താണ് അബോമിനബിൾ, വെരി ബാഡ് ആൻഡ് അൺപ്ലസന്റ് ആയിരിക്കും. ഗ്യാസ്ലി, ഫിയർ ഓർ ഹൊറർ സംതിങ് ആയിരിക്കും. പിന്നെ എന്തായിരുന്നു, ഹീനസ്, ഹീനമായൊരു കാര്യം, ആ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭയങ്കര പ്രൗഡ് ആൻഡ് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് മീൻസ് ഒരു ആ രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് ഇൻസൊലൻ്റ് എന്ന് പറഞ്ഞാൽ. ഇൻസൊലൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റൂഡായിട്ടുള്ള, അറഗൻ്റ് ആയിട്ടുള്ള, ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ഒക്കെ, അങ്ങനെ ഒരു ഭയങ്കര റൂഡ് ബിഹേവിയറാണ് ഇൻസൊലൻ്റ് എന്ന് പറഞ്ഞത്. അത് ആക്ച്വലി ഓർക്കാൻ എളുപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട,
ഓക്കെ, അപ്പോൾ ഇൻസൊലൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും റൂഡ് ബിഹേവിയർ ആയിരിക്കും. സൂപ്പർസീലിയസ് എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് നമ്മളാണ് ഭയങ്കര സുപ്പീരിയർ ടു അതേഴ്സ് എന്ന് അങ്ങനെ വിചാരിക്കുന്നതാണ് സൂപ്പർസീലിയസ് എന്ന് പറയുന്നത്. ഇംപൊട്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോട്ട് ഷോയിങ് ഡ്യൂ റെസ്പെക്ട് ഫോർ അതർ. അപ്പോൾ ഈ ഇൻസൊലൻ്റ്, ഇംപൊട്ടൻറ്റ്, ഇൻസൊലൻ്റ് അതൊക്കെ ഏകദേശം ഒരുപോലത്തെ വാക്കുകളാണ്. നമുക്ക് ഡിസ്റെസ്പെക്ട്ഫുൾ ബിഹേവിയറിന് പറയുന്ന പേരാണ് ഇംപൊട്ടൻറ്റും ഇംപുട്ടൻറ്റും അതുപോലെ ഇൻസൊലൻറ്റും എന്നും പറയുന്നത്. അടുത്ത നമുക്ക് ആക്ച്വലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പോവാം. 056/2025 മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വൊക്കാബുലറി പാർട്ടിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യെസ്റ്റർഡേ ടിം പാർട്ട് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് ദി പോലീസ് ഡാഷ് ഇസ് സ്ട്രക്ക്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വാക്ക് നമുക്ക് സെലക്റ്റഡ് ആണ്. നമുക്കറിയാം ഇംപ്രസൻറ്റ് എന്തായാലും വരില്ല, കാരണം ജയിലിലാക്കുക, സെല്ലിലാക്കുക അങ്ങനെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഇംപ്രസനിൽ വരുന്നുണ്ടാവുക. ഇംപെയിൽഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഷാർപ്പ് ഓബ്ജക്റ്റ് കൊണ്ട് പിയേഴ്സ് ചെയ്യുക, അതാണ് ഇംപെയിൽഡ് എന്ന് പറയുന്നുണ്ടാവുക. ഇൻറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ആക്ച്വലി ഒരു പ്രിസണറായിട്ട് കൺഫൈൻ സമ്മൺ ആസ് എ പ്രിസണർ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആയിട്ടൊക്കെ ഒരു പ്രിസണറായിട്ട് കൺഫൈൻ ചെയ്യുന്നതാണ് ഇൻറ്റേൺഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇമ്പൗണ്ടേ വരത്തുള്ളൂ. എന്തെങ്കിലും കാര്യം സീസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരിക്കലും ആ വണ്ടി സീസ് ചെയ്താണ്. അപ്പോൾ ഒരിക്കലും ഇംപ്രസൻ സെല്ലിലാക്കാന്ന് അർത്ഥമായിരിക്കും, ജയിലിലാക്കാന്ന് അർത്ഥമായിരിക്കും വരുന്നത്. അപ്പോൾ ഇമ്പൗണ്ടൻ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇമ്പൗണ്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആ വണ്ടി സീസ് ചെയ്യുക എന്ന അർത്ഥമാണ് വരുന്നത്. ഇല്ലീഗലിയൊക്കെ പാർക്കിങ്ങിലൊക്കെ ഏരിയയിലേക്ക് സീസ് ചെയ്യുന്ന അർത്ഥം വരുന്നത് ഇമ്പൗണ്ടഡ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ഡിസ്റെസ്പെക്ട്ഫുൾ ആക്കി സംസാരിക്കുന്നത്. ഇത് ഇമ്പൗണ്ടഡ് ആണ്. ഇമ്പൗണ്ടഡ് എന്ന് പറയുമ്പോൾ സീസ് ചെയ്യുക എന്ന അർത്ഥമാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വാസ് ഡാഷ് വെൻ ദേ റാങ് അപ്പ് ആൻഡ് ഇൻഫോം ദാറ്റ് ഐ ഹാഡ് വോൺ എ ലോട്ടറി. അപ്പോൾ എന്തായിരിക്കും, ലൈക്ക് അവർ പെട്ടെന്ന് വിളിച്ചിട്ട് ലോട്ടറി ജയിച്ചു എന്ന് പറയുന്ന ആ ഒരു റിയാക്ഷനാണ് ചോദിച്ചേക്കുന്നത്, ആ ഒരു ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ അതെന്തായാലും വരത്തില്ല. ബിക്കോസ് ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലൈക്ക് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവുക, അല്ലെങ്കിൽ ലോസ് ദി ടെമ്പർ, അതൊക്കെ ആയിരിക്കും. ലോസ് ദി ടെമ്പർ അതാണ് ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ എന്ന് പറയുന്നുണ്ടാവുക, അതായിരിക്കത്തില്ല. പിന്നെ ഓൺ ദി ലോഗേഴ്സ് ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് ഡിസഗ്രിമെൻറ്റ് വരിക, ഒരു ഡെഡ് ലോക്ക് ഓഫ് സം വൺ ആയിരിക്കും വരുന്നുണ്ട്, അതാണ് ഈ ലോഗേഴ്സ് ഹെഡ് എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് റെഡിൻ്റെ ഫേസ് ഭയങ്കര എംപാരസ്മെൻ്റ് ആയിരിക്കും, ചോദ്യം തുടുക്കാനൊക്കെ പറ്റും, എംപാരസ്മെൻ്റ് ആയിട്ട് നാണം ആ ഒരു സംഭവിക്കും വരുന്നത്. അപ്പോൾ ഇത് മൂന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ലൗഡ് ഇൻ ദ നയൻ ആണ്, ഓൺ ക്ലൗഡ് നയൻ ആണ്. ഓൺ ക്ലൗഡ് എന്തായാലും പിന്നെ പൊങ്ങി പോകുമ്പോൾ ആ ഒരു അർത്ഥമായിരിക്കും വരുന്നത്. എനിക്ക് ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി, ജോയ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര നല്ല സന്തോഷം, എനിക്ക് ലോട്ടറി വെച്ച് സന്തോഷമില്ല, അപ്പോൾ അതായിരിക്കും വന്നിട്ടുണ്ടാകുന്നത്. ഈ ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ നമുക്ക് പറയാനൊരിത് തോന്നും, പക്ഷെ അല്ല. ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും പേര് കേൾക്കുമ്പോൾ നമുക്കത് പറന്നു പോകാനൊക്കെ ഭയങ്കര ഹാപ്പി എന്നൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ അർത്ഥം ആക്ച്വലി ടെമ്പർ തെറ്റാണ് ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ എന്ന് പറയുന്നത്. ഓൺ ലോഗേഴ്സ് ഹെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള ഫീൽ ചെയ്യുന്നതാണ്. റെഡ് ഇൻ ദ ഫേസ് എംപാരസ്മെൻ്റ് ആണ്. അപ്പോൾ എന്തായിരുന്നാലും ഓൺ ക്ലൗഡ് നയൻ ആണ് ജോയ്ഫുൾ മൊമെൻറ്റ് പറയുന്നതാണ് ഓൺ ക്ലൗഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത്, ക്ലൗഡ് നയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതുമായി റിലേറ്റഡ് കുറച്ചുള്ള ഇഡിയംസ് നമുക്ക് നോക്കാം. അല്ല, ഹാപ്പിനെസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്സ് ആ ഒരു സിനാരിയോസ് നമുക്ക് ഉപയോഗിക്കാൻ നല്ല ഇഡിയംസ് ആണ്. ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓവർ ദി മൂൺ, എക്സ്ട്രീംലി ഹാപ്പി. ആ ഓൺ ക്ലൗഡ് നയൻ്റെ അതേപോലത്തെ വരുന്നതാണ് ഓവർ ദി മൂൺ എന്ന് പറയുന്നത്. ഇൻ ദി 7th hour ഉണ്ട്. ഇൻ ദി 7th hour നമ്മൾ എക്സ്ട്രീം ബ്ലിസ്സിനെ പറയുന്നതാണ് ഇൻ ദി 7th hour എന്ന് പറയുന്നത്. വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഭയങ്കര ബ്രൈറ്റ്ലി ആയിട്ടുള്ള പല കളേഴ്സ് അങ്ങനത്തെ സംഭവമായിരിക്കും. പാസ്സായിരിക്കും ഒരു ബ്രൈറ്റ്ലി ആയിട്ടുള്ള സക്സീഡ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇഡിയംസ് ആണ് ഓവർ ദി മൂൺ എന്നൊക്കെ പറയാം. എക്സ്ട്രീംലി ഹാപ്പി ആയിരിക്കും. ഇൻ ദി 7th hour എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ബ്ലിസ് ആയിരിക്കും. ഇൻ ദ ഫ്ലൈയിങ് കളർ സക്സീഡ് ചെയ്യുന്ന ബ്ലിസ് മൊമെൻറ്റിൻ്റെ പറയുന്ന പേരായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആങ്കർ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനിലൊക്കെ ആ ഒരു സിനാരിയോസിൽ ഉപയോഗിക്കുന്ന ഇഡിയംസ് ആണ്. സീ റെഡ്, ദേഷ്യപ്പെടുക, ടു സീ വെരി ആംഗ്രി, സീ റെഡ്. അപ്പ് ഇൻ ദി ആംസ് എന്തായിരിക്കും, ടു ബി വെരി ആംഗ്രി ആൻഡ് പ്രൊട്ടസ്റ്റിംഗ് അഗൈൻസ്റ്റ് സംതിങ് ആണ് അപ്പ് ഇൻ ആംസ് എന്ന് പറയുന്നത്. ഹോട്ട് അണ്ടർ ദി കോളർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ പറയുന്ന പേരാണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ അല്ലെങ്കിൽ സാഡ്നെസ്സോ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള 3 ഇഡിയംസ് ആണ്. അച്ചി നമ്മൾ നമുക്കറിയാം, തലമാല അടിച്ച് കയറുമ്പോഴത്തേക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് മൊമെൻ്റ് ആണ് അച്ചി എന്ന് പറയുന്നത്. ഡൗൺ ഇൻ ദി ഡംസ് എന്ന് പറയുന്നത് വളരെ അൺഹാപ്പി ആയിട്ടുള്ള ഡിപ്രസ് ആയിട്ടുള്ള സിറ്റുവേഷനെ പറയുന്ന ഒരു കാര്യമായിരിക്കും, ഇഡിയമാണ്. ഓൺ വൺസ് വിറ്റ്സ് എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ടു ബി സോ വറീഡ് ഓർ കൺഫ്യൂസ്ഡ് ദാറ്റ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. അടുത്തതിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ അടുത്തത് ചെയ്യണമെന്ന് അറിയാൻ ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുന്ന മൊമെൻറ്റിനെ പറയുന്ന പേരാണ് അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് ഹർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദ പബ്ലിക് ആസ് എ പെർഫോമർ ഇൻ ബോളിവുഡ് മൂവീസ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദ പബ്ലിക്, ആദ്യത്തെ നമുക്കറിയാം ഈ നമ്മൾ പറയുന്നതാണ് പുതിയ സിനിമ ഇറങ്ങുക, പുതിയ ആക്ടർ ഇറങ്ങുക, അപ്പോൾ ഡെബ്യൂട്ട് അല്ലേ, ഡെബ്യൂട്ട് എന്നായിരിക്കും പറയുക. അപ്പോൾ ഡെബ്യൂട്ടാണ് വരുന്നുണ്ടാവുക. കൾമിനേഷൻ ഒരിക്കലും വരത്തില്ല. ബിക്കോസ് കൾമിനേഷൻ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ഓഫ് ദി ഫൈനൽ പോയിന്റ് സംതിങ് യൂഷ്വലി റീച്ച് ആഫ്റ്റർ ലോങ് ടൈം. അവസാനം തന്നെ ഫൈനൽ ആയിട്ടുള്ള മൊമെന്റ് പറഞ്ഞ പേരാണ് കൾമിനേഷൻ എന്ന് പറയുന്നത്. അതെന്തായാലും വരത്തില്ല. ഓംനി പ്രസൻസ് നമുക്ക് ദൈവത്തിനൊക്കെ പറഞ്ഞ പോലെ എല്ലായിടത്തും കാണുക. ഈ ഓംനി പ്രസൻസിന് പറഞ്ഞ വേറൊരു വാക്ക് നമ്മൾ വേറെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ് യുബിക്വിറ്റസ്. അതൊക്കെ എല്ലായിടത്തും കാണുക, എവ്രിവെയർ എന്ന അർത്ഥമാണ്. ഈ എവ്രിവെയർ പ്രസൻസിൻ്റെ അർത്ഥമാണ് ഈ ഒംനി പ്രസൻസിനോ അല്ലെങ്കിൽ യുബിക്വിറ്റസ് എന്നൊക്കെ പറയുന്നുണ്ടാവുക. മാസ്റ്റർ പീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആളുടെ അയാളുടെ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്കില്ലോ ആർട്ടിസ്ട്രിയോ വർക്ക്മാൻഷിപ്പിനോ പറഞ്ഞ പേരാണ് മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ഒരാളുടെ ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ബിഗിനിങ് ആയിട്ടുള്ള തുടങ്ങുന്ന അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മെയ്ഡൻ സ്പീച്ച്, അല്ല ആദ്യത്തെ സ്പീച്ച് എന്ന് പറയുന്ന പേരാണ് മെയ്ഡൻ സ്പീച്ച് എന്ന് പറയുന്നത്. നോവിസ് അല്ലെങ്കിൽ ട്രൈറോ എന്ന് പറയുന്നത് ഒരാളുടെ ലൈക്ക് എ പേഴ്സൺ ഹൂ ഇസ് ന്യൂ ആൻഡ് ഇൻഎക്സ്പീരിയൻസ് ഇൻ എ ജോബ് ഓർ എ സിറ്റുവേഷൻ ആണ് നോവിസ് അല്ലെങ്കിൽ ട്രൈറോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അർത്ഥമാണ് ന്യൂബിക്കുമുള്ളത്. ആൻഡ് ഇനോഗ്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരു പോളിസി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇനോഗ്രേറ്റ് എന്ന് പറയുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് എൻഡിങ് അല്ലെങ്കിൽ ഗ്രേറ്റ്നസ് ആ ഒരു അർത്ഥത്തിൽ വരുന്നിട്ടുള്ള വാക്കുകളാണ് സ്വാൻ സോങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ വർക്ക് നമ്മൾ ആ ഒരു സംഭവമാണ് സ്വാൻ സോങ് എന്ന് പറയുന്നത്. മാഗ്നം ഓപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളുടെ ഒരു ഗ്രേറ്റസ്റ്റ് വർക്കിനെ പറയുന്ന പേരാണ്. മാസ്റ്റർ പീസിൻ്റെ ഒരു സിനോണിമാണ് എന്തെന്ന് പറയുന്നത് മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്. ഒബിറ്റ്വറി നമ്മൾ നേരത്തെയും പഠിച്ച വാക്കാണ്. നോട്ടീസ് ഓഫ് ഡെത്ത് എസ്പെഷ്യലി ഇൻ എ ന്യൂസ് പേപ്പർ അങ്ങനത്തെ ഒരു കാര്യമാണ് ഒബിറ്റ്വറി നേരത്തെയും വന്നിട്ടുള്ളതാണ്. റെപ്പറ്റീഷൻ ആണ്. നമ്മൾ പറഞ്ഞ യുബിക്വിറ്റസ് ഉണ്ട്, ലൈക്ക് ഓംനി പ്രസൻറ്റിൻ്റെ സിനോണിമാണ് യുബിക്വിറ്റസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വെതർ ഇസ് സ്യൂട്ടബിൾ ഫോർ സോയിങ് സീഡ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ചോദിച്ചത്. നമുക്ക് നേരത്തെ പഠിച്ച കാര്യമാണ് കൺജനൈറ്റൽ. ഇത് നേരത്തെ നമുക്ക് വീണ്ടും ചോദിച്ച സംഭവമാണ്, റിപ്പീറ്റഡ് ആണ്. കൺജനൈറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും, നമ്മൾ പറഞ്ഞു ജന്മന ആ ഒരു സംഭവം എന്തായിരുന്നു, കൺജനൈറ്റൽ ആയിരുന്നു. കണ്ടേജിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോണ്ടാക്ട് വഴി പകരുന്ന അസുഖമായിരുന്നു. കൺവേഴ്സ് നമ്മൾ പറഞ്ഞതാണ് മീൻസ് ഓഫ് ഓപ്പോസിറ്റ്സ് ഓഫ് സംതിങ് ആയിട്ട് കോൺവെർസേഷൻ പറയാം, ഓപ്പോസിറ്റ് അഗെയിൻ കൺവേഴ്സ്. അപ്പോൾ എന്തായാലും കഞ്ചീനിയലേ വരത്തുള്ളൂ. കഞ്ചീനിയലാണ് പ്ലസന്റ് അല്ലെങ്കിൽ ഒരു ലൈക്ക് ഫിറ്റ്സ് ഫോർ സമ്മൺസ് നീഡ് ഓർ നേച്ചർ അങ്ങനത്തെ പ്ലസന്റ് ആയിട്ടുള്ള കാര്യത്തെ പറയുന്ന പേരാണ് കൺജീനിയൽ എന്ന് പറയുന്നത്. കൺജനൈറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ബർത്ത് മുതലേ ഉള്ള അസുഖങ്ങളെ ബർത്ത് മുതലുള്ള കാര്യങ്ങളെ പറയുന്ന പേരാണ് കൺജനൈറ്റൽ എന്ന് പറയുന്നത്. കോണ്ടാക്ട് വഴി പോകുന്ന അസുഖങ്ങളാണ് കണ്ടീജിയസ് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ. കൺവേഴ്സ് ബൈ ലൈക്ക് ഓപ്പോസിറ്റ് ഓഫ് സംതിങ് അല്ലെങ്കിൽ ഹാവ് എ കോൺവെർസേഷൻ അങ്ങനത്തെ അർത്ഥമൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ നോക്കുമ്പോഴത്തേക്കും കണ്ടിഗ്യുവസ് വരുന്നുണ്ട്. ടച്ചിങ് ഓർ ബോർഡർ ആയിരിക്കും. നൈബർ സ്റ്റേറ്റ്സ് ആണ് കണ്ടിഗ്യുവസ് എന്ന് പറയുന്നത്. കണ്ടീജിയസ് നമ്മൾ പഠിച്ചു. കൺജീനിയൽ നമ്മൾ പറഞ്ഞു ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് സബ്സ്റ്റൻസ്. കൺജനൈറ്റിൽ പഠിച്ചു. ഇതൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതായതുകൊണ്ട് ശ്രദ്ധ വേണം. കോണ്ടിഗ്യുവസ് എന്ന് പറയുമ്പോഴത്തേക്കും ബോർഡർ എന്നർത്ഥം, കണ്ടീജിയസ് കോണ്ടാക്ട് എന്നർത്ഥം, കൺജീനിയൽ ബൈ ബർത്ത് എന്നർത്ഥം, കൺജനൈറ്റൽ ബൈ ബർത്ത് എന്നർത്ഥം, കൺജീനിയൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി എന്നാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് എ വേർഡ് ദാറ്റ് ഇസ് സ്പെൽ ഇൻകറക്റ്റ്ലി. ബ്യൂറോക്രാറ്റ്സ് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്. REAUCRAT. ബ്യൂറോക്രാറ്റ്സ് നമുക്ക് ബ്യൂറോക്രസി നമ്മൾ പഠിച്ചത്. ബ്യൂറോക്രാറ്റ് ശരി തന്നെയാണ്. എൻട്രപ്രണർ തെറ്റാണ്. ബിക്കോസ് എൻട്രപ്രണറിന് PREA ഉള്ളൂ, അവിടെ യു വരുന്നില്ല. PRENEUR ആണ്, ഒരു PREU അവിടെ വരുന്നില്ല. അത് തെറ്റെന്ന് മനസ്സിലായി. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഈ ഇൻ്റലിജൻസിയ അല്ലെങ്കിൽ സെപ്റ്റുജനേറിയൻ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നാളെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ തെറ്റായിട്ട് തന്നിരുന്നുണ്ടാവും. ഇല്ല വേറെ കാര്യം കൊണസർ ഉണ്ട്. കൊണസർ COONISSEUR ആണ്. ഡബിൾ എന്നും ഉണ്ട് ഡബിൾ എസ്സും ഉണ്ട്. ഈ ഡബിൾ എൻ കഴിഞ്ഞിട്ട് OI ആണെന്ന് ഓർത്തിരിക്കുക. SSEUR ആണെന്ന് ഓർത്തിരിക്കുക. CONNOI SSEUR ആണെന്ന് ഓർത്തിരിക്കുക. ലെഫ്റ്റനന്റ് വീണ്ടും പറയുന്നതാണ്. ലെഫ്റ്റനന്റും സൂപ്പറിൻറ്റൻഡും അതിൽ ഓർക്കേണ്ട കാര്യം ലെഫ്റ്റനന്റ് നമ്മൾ പറഞ്ഞപ്പോൾ ലിയൂത്തനന്റ് LIEU ആണ്. പിന്നെ ടെനന്റ് ആണ്. അതേപോലെ സൂപ്പറിൻറ്റൻഡന്റ് എന്നാണ് വരുന്നുണ്ടാവുക. ഇത് പക്ഷേ ഇവിടെ ടെന്നും ഡെൻറ്റും ആണ്, രണ്ടും ഈ ആണ്. മറ്റേ സൂപ്പറിൻറ്റൻറ്റും നെൻറ്റും TNNN. ഇവിടെ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുമ്പോൾ TNDN രണ്ടും ഈ ആണെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ.
അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, ദ തീവ്സ് ഡാഷ് ദി അപ്പാർട്ട്മെന്റ് വൈൽ ദ ഫാമിലി വാസ് ഓൺ വെക്കേഷൻ. ഫാമിലി വെക്കേഷൻ ആയിരുന്ന സമയത്ത് തീഫ് എന്ത് ചെയ്തു? ബ്രോക്ക് ഇൻറ്റു, ആ അപ്പാർട്ട്മെന്റ് അകത്തോട്ട് വന്നു. ബ്രോക്ക് ഇൻറ്റു എന്ന് പറയുമ്പോൾ എൻ്റർ എ ബിൽഡിംഗ് ഓർ എ കാർസ് വയ ഫോഴ്സ് ആയിരിക്കും, യൂഷ്വലി ടു സ്റ്റീൽ സംതിങ്. ആ അർത്ഥത്തോടെ പറഞ്ഞാണ് ബ്രോക്ക് ഇൻറ്റു, അകത്തോട്ട്. ടു എൻ്റർ എന്ന അർത്ഥമൊക്കെ പറഞ്ഞാണ് ബ്രോക്ക് ഇൻറ്റു. ബ്രോക്ക് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് മീൻസ് ടു സ്റ്റോപ്പ് വർക്കിംഗ്, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയുന്ന പോലെ അത് നശിച്ചു പോക്കുക, സ്റ്റോപ്പ് വർക്കിംഗ്, ആ അർത്ഥമാണ്. ടു ലൂസ് ഇമോഷൻ എന്നതാണ് ബ്രോക്ക് ഡൗൺ എന്ന് പറയുന്നത്. ബ്രോക്ക് അപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാന്നൊക്കെ പറഞ്ഞാണ് ബ്രോക്കപ്പ്. ഇതൊക്കെ പാസ്റ്റ് പറയുന്നത്. നമ്മൾ ബ്രേക്കപ്പ്, ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് ഇൻ ടു അതായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ബ്രേക്ക് അവേ അല്ലെങ്കിൽ ബ്രോക്ക് അവേ എന്ന് പറയുമ്പോഴത്തേക്കും ടു മീൻസ് ടു എസ്കേപ്പ് ഫ്രം സമ്മൺസ് ഹോൾഡ് ഓർ ടു ലീവ് എ ഗ്രൂപ്പ് പൊളിറ്റിക്കൽ പാർട്ടി. അവിടെ നമുക്ക് മാറിപ്പോവാം, ഒരാൾ എസ്കേപ്പ് ആകാൻ അർത്ഥമായിരിക്കും. അപ്പം ബ്രേക്ക് വെച്ചിട്ടുള്ള എന്താണ്, ബ്രേക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ബ്രേക്കിൽ ബ്രേക്ക് ഇൻ ടു, അതായത് ഇടിച്ചു കയറി വരിക, ബ്രേക്ക് ഇൻ ടു അകത്തോട്ട് വരിക. ബ്രേക്ക് ഡൗൺ നശിക്കുക, അല്ലെങ്കിൽ വിട്ടുപോവുക, അല്ലെങ്കിൽ ബ്രേക്കപ്പ് നമ്മുടെ റിലേഷൻഷിപ്പ് പോവുക, അല്ലെങ്കിൽ ടു ബ്രേക്ക് ഇൻ ടു പീസസ് ആ ഒരു അർത്ഥമാക്കി വരിക. ബ്രേക്ക് അവേ എന്ന് പറയുമ്പോഴത്തേക്കും എസ്കേപ്പ് ആകുക എന്നാണ് സംഭവം വരുന്നുണ്ടാവുക. ഇനിയും ബ്രേക്കുമായിട്ടുള്ള വാക്കുകളുണ്ട്. ബ്രേക്ക് ഔട്ട് ഉണ്ട്. ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് സഡൻലി ആണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ബ്രേക്ക് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും ടു എൻഡ് സംതിങ് സഡൻലി ആണ്. അപ്പോൾ ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഓഫും മാറിപ്പോകും. ബ്രേക്ക് ഔട്ട് പെട്ടെന്ന് തുടങ്ങുക, ടു സ്റ്റാർട്ട് സഡൻലി ആണ്. ബ്രേക്ക് ഓഫ് പെട്ടെന്ന് നിർത്തുക, ടു എൻഡ് സംതിങ് സഡൻലി ആണ് ബ്രേക്ക് ഓഫ്. ബ്രേക്ക് ഔട്ട് കൊണ്ട് ബ്രേക്ക് ഓഫും മാറിപ്പോകും. ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ ഒരു മേജർ ഡിസ്കവറി ആയിട്ട് വരുന്നതാണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ബ്രേക്ക് ഇൻ ഓൺ എന്ന് പറയുമ്പോൾ ടു ഇൻട്രപ്റ്റ് ആണ്. സോ ബ്രേക്ക് ഇൻ ടു എന്ന് പറയുമ്പോഴത്തേക്ക് അകത്തോട്ട് വരാം, അതിനകത്ത് ബ്രേക്ക് ഇൻ ഓൺ. അപ്പോൾ ബ്രേക്ക് ഔട്ട് പെട്ടെന്ന് തുടങ്ങുക, ബ്രേക്ക് ഓഫ് പെട്ടെന്ന് അവസാനിക്കുക, ബ്രേക്ക് ത്രൂ പെട്ടെന്ന് ഒരു എന്താണ് ഒരു ഡിസ്കവറി കണ്ടുപിടിക്കുക, ആ അർത്ഥമൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറോട്ട് വന്നു. 72/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. നോ ഡൗട്ട് ഓപ്ഷൻ എ ഫീനിക്സ് ആണെന്ന് അറിയാം. അതിൽ ഈ വൗവൽ ട്രാപ്പ് ഉണ്ട്, OE AE IE എന്നൊക്കെ വരുന്നതൊക്കെ നമുക്ക് ട്രാപ്പായിട്ട് വരാം. അതിൽ ഹെമറേജ് ഉണ്ട്. ഹെമറേജിന് HAE ആണ് വരുന്നത്. അപ്പോൾ AE OE IE ഒക്കെ ട്രാപ്പ് ഉണ്ട്. അല്ല ഹെമറേജിന് HAE ആയിരിക്കും വരുന്നത്. HAE MORRHG. അപ്പോൾ ഹെമറേജ് HAE MORRHG. അവർ ഇടയ്ക്കൊന്നും ഇല്ലട്ടെ, RRHAG ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ എയിൽ വരുന്നതാണ് ആർക്കിയോളജി. ആർക്കിയോളജി ARCHAE. അവിടെയും AE ആണ്. അപ്പോൾ ഹെമറേജിനും HAE പോലെ ആർക്കിയോളജിക്കും CHAEOLOG ആയിരിക്കും വരുന്നത്. അപ്പോൾ ഡയറിയയ്ക്ക് OE ആട്ടോ. ഡയറി DIARRHOE ആണ് വരുന്നത് ഡയറിയ. പിന്നെ ഹൈജീൻ IE ആണ്, HYGIE ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഓർത്തിക്കേണ്ട കാര്യം വൗവൽസിൽ ഹെമറേജിനും അതുപോലെ തന്നെ ആർക്കിയോളജിക്കും AE ആണ് വരുന്നുണ്ടാവുക, ഡയറിക്ക് OE ആണ് വരുന്നത്, ഹൈജീൻ IE ആണ് വരുന്നുണ്ടാവുക എന്ന് ഓർത്തിരിക്കുക. ഇനി പിന്നെ കോൺഫിഡൻസ് ആണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ പോലെ തുടങ്ങുന്ന Pയിലാണ്, ആ P സൈഡിനാണെന്ന് ഓർത്തിരിക്കുക. നിമോണിയ എന്ന് പറഞ്ഞാൽ പോലെ NEU ആണ്, P അവിടെ സൈഡിനാണെന്ന് ഓർത്തിരിക്കുക. ഋതം എന്ന് പറയുമ്പോഴത്തേക്ക് ഋതം എന്ന് പറഞ്ഞാൽ പോലെ അവിടെ എന്തെങ്കിലും H ഭയങ്കര സൈലൻ്റാണ്, നോട്ട് H പ്ലേസ്മെൻറ്റ് ഓഫ് H. RHY ഉണ്ട്, THM ഉണ്ട്. RHY THM ഋതമിൻ്റെ സമയം. പിന്നെ Q ചോദിച്ചിട്ടുണ്ട്, QUE UE ആണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇഡിയം റെഡ് ലെറ്റർ ഡേ മീൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ചോദിക്കുന്ന സാധനം റെഡ് ലെറ്റർ ഡേ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കളർ വെച്ചിട്ടുള്ള നമുക്ക് കുറച്ച് ഇഡിയംസ് നോക്കാം. റെഡ് ടേപ്പ് ഉണ്ട്. റെഡ് ടേപ്പ് ഭയങ്കര എക്സസീവ് ഫോർമൽ ഒഫീഷ്യൽ ഫോർമാലിറ്റി അല്ലെങ്കിൽ ഡിലേ അങ്ങനത്തെ വരുന്നതൊക്കെ റെഡ് ടേപ്പ്. മറ്റേ ചുരുട്ട് നാടയിൽ ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കാന്നൊക്കെ പറഞ്ഞാൽ റെഡ് ടേപ്പാണ്. ടു സീ റെഡ് നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യമാണ്. ടു ബി വെരി ആംഗ്രി ആണ്. ടു ക്യാച്ച് റെഡ് ഹാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ മിഡിൽ ഓഫ് ദ ക്രൈമിൽ അങ്ങനെ പിടിക്കുക, അതാണ് ക്യാച്ച് ഇൻ റെഡ് ഹാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലൂ വെച്ചിട്ടാണെങ്കിൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ വെരി റയർ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ വെരി റയർ ആയിട്ട് നടക്കുന്നതാണ്. ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അൺഎക്സ്പെക്റ്റഡ്ലി നടക്കുന്നതാണ്. ബ്ലൂ ബ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്ക് റോയൽ ബ്ലഡ്. കോൾഡ് ബ്ലഡ് നമ്മൾ പറഞ്ഞു, ഭയങ്കര എന്താണ് ഒരാളോട് അങ്ങനെ ഒരു കാരുണ്യം അങ്ങനെ തോന്നാതെ അങ്ങനത്തെ ബിഹേവിയറാണ് കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ. ബ്ലൂ ബ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്ക് റോയൽ ആയിട്ടുള്ള ബർത്തിനെ പറയുന്ന പേരാണ് ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞത്. വൈറ്റ് പറയുമ്പോഴത്തേക്ക് വൈറ്റ് എലിഫന്റ്, ലൈക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷേ യൂസ്ലെസ് ആണ്. വൈറ്റ് എലിഫന്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷേ യൂസ്ലെസ് ആണ്. വൈറ്റ് എലിഫന്റിൻ്റെ വൈറ്റ് ലൈ ഉണ്ട്, ഹാംലെസ് ആയിട്ടുള്ള ലൈ ആണ്. പക്ഷേ ഒരാളെ വിഷമിപ്പിക്കാതിരിക്കാനൊക്കെ നമ്മൾ ഒരാൾക്ക് അങ്ങനത്തെ ഒരാൾക്ക് ഗുണവും ദോഷമില്ലാത്ത ലൈ ആണ്, ഹാംലെസ് ലൈ ആണ് വൈറ്റ് ലൈ എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ആക്ച്വലി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഐ കെയിം അക്രോസ് എ ഡാഷ് ഓഫ് ഗേൾസ് ഇൻ എ പാർക്ക്. പക്ഷേ ആക്ച്വലി ഗ്രൂപ്പ് ഓഫ് ഗേൾസിനെ പറയുന്ന പേരാണ് ബെവി എന്ന് പറയുന്നത്. കാർഡിനെയൊക്കെ പറയുന്ന പേരാണ് വൂൾസ്, ഡോഗ്സ്, കാർഡൊക്കെ ആയിരിക്കും പാക്ക് വരിക. ലൈനിനെ പറയുന്ന പേരാണ് പ്രൈഡ്. ഗാഗിൾ ഓഫ് ഗീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പാക്ക് ലൈക്ക് ബെവി ആണ് വരേണ്ടത്. ബട്ട് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പിന്നെ ലൈക്ക് ഇറ്റ് ഈസ് ഓൾസോ യൂസ് ഫോർ ബേർഡ്സ്. ലൈക്ക് ക്വയലിനും ആക്ച്വലി നമുക്ക് ഉപയോഗിക്കാറുണ്ട് ബെവി ഓഫ് ക്വയൽസ് എന്നുള്ളത്. ഞാൻ ക്യാൻസൽ ചെയ്തു. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കളക്റ്റീവ് നമുക്ക് നോക്കാം. ഒന്ന് ബെവി ഓഫ് ഗേൾസ് അല്ലെങ്കിൽ ലേഡീസ് ആണ്. പിന്നെ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് ആണ്. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻ, ക്വയർ ഓഫ് സിംഗേഴ്സ്, ക്രൂ ഓഫ് സെയിലേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് ഓഫ് ആർട്ടിസ്റ്റ്, ക്രൗഡ് ഓഫ് പീപ്പിൾ, ബെഞ്ച് ഓഫ് ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ്സ് ആൻഡ് കോൺഗ്രിഗേഷൻസ് ഓഫ് വർക്ക്ഷോപ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാർലമെൻറ്റ് ഓഫ് അവൾക്ക് ഓർമ്മയെന്ന് വിശ്വസിക്കുന്നു. സോ ബെഞ്ച് ഓഫ് ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ്സ് ഓർത്തിരിക്കുക. കോൺഗ്രിഗേഷൻസ് ഓഫ് വർക്ക്ഷിപ്പേഴ്സും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സ്കേപ്പ് ഗോട്ട്. അത് നമുക്കറിയാം അല്ലെ, സ്കേപ്പ് ബലിയാട് ആകുക എന്നൊക്കെ പറയുന്ന പോലെ ആ പേഴ്സൺ ബ്ലെയിം ഫോർ സമ്മൺ എൽസ് റോങ് ആക്കുക. വേറൊരാളുടെ തെറ്റ് കാരണം സ്വയമേ എന്താണ് ബലിയാടായ ഒരാളാണ് ഈയാണ് സ്കേപ്പ് ഗോട്ട് എന്ന് പറയാം. സോ മാർട്ടിയർ ഉണ്ട്. മാർട്ടിയർ എന്ന് പറയുമ്പോഴത്തെ പേഴ്സൺ സഫേഴ്സ് ഓർ ഡൈ ഫോർ എ കോസ്, ഒരു റിലീജിയസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോസ് കാരണം മരിക്കുന്ന ഒരാളെ പറയുന്ന പേരാണ് മാർട്ടിയർ എന്ന് പറയുന്നത്. മെർസനറി ഉണ്ട്. മെർസനറി എന്ന് പറയുമ്പോഴത്തേക്കും പേഴ്സൺ ഹു ഡസ് സംതിങ് ഓൺലി ഫോർ മണി, പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് മെർസനറി എന്ന് പറയുന്നത്. അതെന്താ ഓഫൻ സോൾജർ എന്ന് പറയുന്നത്? ഞാൻ ജെമിനിനെ കോപ്പി പേസ്റ്റ് ചെയ്തായിരുന്നു വൈ. സ്റ്റോയിക് ഉണ്ട്. സ്റ്റോയിക് എന്ന് പറയുമ്പോൾ പേഴ്സൺ ഹൂ ക്യാൻ എൻജോയ് പെയിൻ ഓർ ഹാർഡ്ഷിപ്പ് വിത്തൗട്ട് ഷോയിങ് ദെയർ ഫീലിംഗ്. അപ്പം എന്താണ് ലൈക്ക് പേഴ്സൺ ഹൂ ക്യാൻ എൻജോയ്, അയാൾക്ക് വേറെ പുറത്ത് അയാളുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാണ്ട് അയാളുടെ അത്രയും എന്താണ് അയാളുടെ ഹാർഡ്ഷിപ്പ് അല്ലെങ്കിൽ പെയിൻ അയാൾക്ക് സഹിക്കാൻ പറ്റും. പിന്നെ കഠിന ഹൃദയം എന്നൊക്കെ പറഞ്ഞ പോലെ സ്റ്റോയിക് എന്ന് പറയുന്നത്. ഇൻസോൾവെൻ്റ് ഉണ്ട്. ഇൻസോൾവെൻ്റ് അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ഹൂ ഈസ് അണേബിൾ ടു പേ ദി ഡെപ്റ്റ്സ് ആയിരിക്കും അതുണ്ടാവുക. ടേൺ കൗട്ട് ഉണ്ട്. ടേൺ കൗട്ട് എന്ന് പറയുമ്പോൾ പേഴ്സൺ ഹു ഡെസേർട്സ് വൺ പാർട്ടി ആൻഡ് ഗോസ് ടു ജോയിൻ ദി ഓപ്പോസിങ് വൺ ആയിരിക്കും. അതായത് ഒരു പാർട്ടിയിൽ നിന്നും പോയിട്ട് ലൈക്ക് മറുകണ്ഠം ചാടുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ടേൺ കൗട്ട് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാ വാഗൻ. എക്സ്ട്രാ വാഗൻ്റെ ഓപ്പോസിറ്റ് ആണ്. സോ എക്സ്ട്രാ വാഗൻ ഇസ് ത്രിഫ്റ്റി. ബിക്കോസ് എക്സ്ട്രാ വാഗൻ്റെ അർത്ഥം എന്താണ്? ടു സ്പെൻഡ് മച്ച് മോർ മണി. ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഭയങ്കര എന്താണ് അനാവശ്യമായ കാര്യങ്ങൾക്ക് മണി കൊടുക്കുന്നതാണ് എക്സ്ട്രാ വാഗൻ. ത്രിഫ്റ്റി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണി ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ട് വേസ്റ്റ് ചെയ്യാണ്ട് ഉപയോഗിക്കുന്നതാണ് ത്രിഫ്റ്റി. ഇപ്പോൾ എക്സ്ട്രാ വാഗൻ ഭയങ്കരമായിട്ട് മണി സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ത്രിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഭയങ്കര കെയർഫുൾ ആയിട്ട് മണി സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതാണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇൻ്റലിജൻറ്റ് നമുക്കറിയാം, ബുദ്ധി, സ്മാർട്ട്, അങ്ങനത്തെ സംഭവമാണ്. ലാവിഷ് എന്ന് പറയുമ്പോഴത്തേക്കും അതും ആക്ച്വലി എക്സ്ട്രാ വാഗൻ്റെ സിനണിമാണ്. ലാവിഷ് എന്ന് പറയുന്നത് ആൻ്റണിയുമാണ് ചോദിച്ചിരിക്കുന്നത്. ഫൂളിഷ് മണ്ടനാണ്. ഓക്കെ ബൈ. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആൻ്റണിംസ് ഫോർ എക്സ്ട്രാ വാഗൻസ് നമുക്ക് നോക്കാം. അല്ലെ കെയർഫുൾ എന്ന് പറയുന്ന അർത്ഥത്തിൽ വരുന്നത് പോലെ എക്സ്ട്രാ വാഗൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരുന്നു ത്രിഫ്റ്റി ആയിരുന്നു. അപ്പോൾ അതേപോലെ ഭയങ്കര കെയർഫുൾ ആയിട്ട് നോക്കുക എന്ന് പറയുന്ന പോലത്തുള്ള നമുക്ക് നോക്കാം. ഫ്രൂഗൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈക്ക് കോസ്റ്റ് ലിറ്റിൽ, ഭയങ്കര എന്താണ് സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള സാധനമാണ് ഫ്രൂഗൽ എന്ന് പറയുന്നത്. പാർസിമോണിയസ് ഉണ്ട്. പാർസിമോണിയസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി അൺവില്ലിങ് ടു സ്പെൻഡ് മണിയാണ്. ഭയങ്കര പിശുക്കൻ സ്റ്റിഞ്ചി ആയിട്ടുള്ള ആൾക്കാരാണ് പാർസിമോണിയസ് എന്ന് പറയുന്നത്. എക്കോണമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ് വാല്യൂ ഫോർ ദ മണി ആൻഡ് സർവീസ്, അതാണ് എക്കോണമിക്കൽ എന്ന് പറയുന്നത്. പല ഫ്രൂഗൽ എന്ന് ഓർത്തേക്ക്, ഫ്രൂഗൽ ഭയങ്കര സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആണ് ഓർത്തേക്കുക. പാർസിമോണിയസ് പിശുക്കനായിട്ടുള്ള ആളാണ് ഓർത്തേക്കുക. എക്കോണമിക്കൽ ഓർത്തേക്കുക. പിന്നെ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള മണി സ്പെൻഡ് ആ ഒരു അർത്ഥം എന്നാണ് പ്രൊഡിജൽ അല്ലെങ്കിൽ പ്രൊഡിജൽ ആണ്. പ്രൊഡിജൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു എക്സ്ട്രാ വാഗൻ്റെ പോലെ ചുമ്മാ റെക്ലെസ്ലി ഭയങ്കരമായിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നതാണ് പ്രൊഡിജൽ എന്ന് പറയുന്നത്. സ്പെൻഡ് ത്രിഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി എന്താണ് മണി പിടിച്ച് ചിലവെന്നാണ്. ത്രിഫ്റ്റി സാധനം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങാറില്ല ത്രിഫ്റ്റി എന്ന് പറയുന്നത്. സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി എക്സ്ട്രാ വാഗൻ്റെ അതേ അർത്ഥമാണ് വരുന്നത്. ഇത് സ്പെൻഡ് ചെയ്യുക എന്നാണ് അർത്ഥം. സ്ക്വാൻഡർ ഉണ്ട്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്ക്വാൻഡർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് സംതിങ് റെക്ലെസ് ആണ് സ്ക്വാൻഡർ വേസ്റ്റ് ആക്കുക. സ്ക്വാൻഡർ ഇസ് വേസ്റ്റ് ആക്കുക ചോദിച്ചിട്ടുണ്ട്. സ്ക്വാൻഡർ ഇസ് വേസ്റ്റ് ആക്കുക എന്ന് ഓർത്തിരിക്കുക. അടുത്തത് സിംഗുലർ വേർഡ് ഓഫ് ഡേറ്റ. ഡേറ്റ ഇസ് ഡാറ്റം.
കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ UM വെച്ച് അവസാനിക്കുന്ന പല ആൾക്കാരും പ്ലൂറൽ വരുമ്പം AM ആയിരിക്കും. സിംഗുലർ UM ആണെങ്കിൽ പ്ലൂറൽ AM. ഫോർ എക്സാമ്പിൾ ഡേറ്റ, ഫോർ എക്സാമ്പിൾ ഡേറ്റം എന്താണ് ഡേറ്റം ആണ് സിംഗുലർ, ഡേറ്റ പ്ലൂറൽ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഡേറ്റം UM അവസാനിക്കുന്ന ചില വാക്കുകളുടെയൊക്കെ പ്ലൂറൽ ഉണ്ടാക്കിയ A ആയിരിക്കും അവസാനിക്കുന്നുണ്ടാവുക. ബാക്ടീരിയ, മീഡിയ, കരിക്കുലം, മെമ്മോറാൻഡ, സ്ട്രാറ്റ UM അവസാനിക്കുന്ന പല ആൾക്കാർക്കും പ്ലൂറൽ ഉണ്ടാക്കി എയിലേക്ക് അവസാനിക്കാൻ ഓർത്തിരിക്കുക. അത് ഞാൻ ചില വാക്കുകൾ IS അവസാനിക്കുന്ന ES ആയിരിക്കും. ക്രൈസിസ്, ബേസിസ് സിംഗുലറും ബേസസ് പ്ലൂറലാണെന്ന് ഓർത്തിരിക്കുക. അനാലിസിസ്, ഒയാസിസ്. അപ്പോൾ അതിൽ IS അവസാനിക്കുന്നതിൽ ES ആണ് പ്ലൂറൽ എന്ന് ഓർത്തിരിക്കുക. അല്ല ചില US അവസാനിക്കുന്ന സിംഗുലറും Iയിൽ അവസാനിക്കുന്ന പ്ലൂറലാണ്. അലുമിനായി, സിലബായ്, ഫംഗസ്. അപ്പോൾ ചില വാക്കുകളിൽ എന്തായിരിക്കും UM അവസാനിക്കുന്നതിൽ A പ്ലൂറലായിട്ട് വരുന്നുണ്ടാകും. ചില വാക്കുകൾ IS അവസാനിക്കുന്ന ES പ്ലൂറലായിട്ട് വരുന്നുണ്ടാകും. ചില വാക്കുകൾ US അവസാനിക്കുന്ന I ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡാണ്. നമുക്കറിയാം റിസീവ് തെറ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിച്ചാണ് ആ റിസീവിന് C പോലെ E എഴുതുന്നുണ്ട്. C കഴിഞ്ഞാൽ E ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അക്കോമഡേറ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 C 1 S ആണ് ഒക്കേഷൻ. 2 C 1 S ആണ് ഒക്കേഷൻ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഒക്കേഷൻ സ്പെഷ്യലാണ്. 2 C 1 S ആണ് സ്പെഷ്യലായിട്ടാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. പിന്നെ ഡെഫിനറ്റ്ലി എന്ന് പറയത്തില്ല. ഡെഫിനറ്റ്ലി ആക്ച്വലി FINI ആണ്. ഡെഫിനറ്റ്ലി DEFINITLY ഡെഫിനറ്റ്ലി എന്നല്ല പറയാം. NI ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം അക്കോമഡേറ്റ് ആണ്. അതിൻ്റെ അക്കോമഡേറ്റ് ആണ് സിനോണിമായിട്ട് മീൻസ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ കുറച്ച് കറക്റ്റ് സ്പെല്ലിംഗ് നോക്കിയൊക്കെ നെസസറിക്ക് 1 Cയും 2 S ആട്ടോ. ഓക്കെ, നെസസറി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ ഒരു ഷർട്ട് എടുത്താൽ ഷർട്ടിൽ 1 കോളറും 2 സ്ലീവും വരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. മീൻസ് ഒരു ഷർട്ടിൽ 1 കോളർ 2 സ്ലീവ് അതേപോലെ നെസസറി ആണ് അല്ലേ. ഒരു ഷർട്ടിൽ നെസസറി ആയിട്ടുള്ള കാര്യമാണ് 1 കോളറും 2 സ്ലീവും വരെ. അതേപോലെ നെസസറിക്ക് 1 Cയും 2 S ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. 1 Cയും 2 S ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. പൊസിഷൻ ഇപ്പോൾ 2 Sഉം 2 S ഉണ്ട്. ഇപ്പോൾ അപ്പുറത്ത് 2 S ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഹരാസിന് 1 Rഉം 2 S ഉണ്ടെന്ന് ഓർത്തിരിക്കുക. എംബ്രേസിന് പക്ഷേ 2 Rഉം 2 S ഉണ്ടെന്ന് ഓർത്തിരിക്കുക. സൂപ്പറായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പുട്ട് ഓഫ് മറക്കത്തില്ലല്ലോ. പോസ്റ്റ്പോൺ ആണ്. പുട്ട് ഔട്ട് ആണ് എക്സ്റ്റിങ്ക്വിഷ് എന്ന് ഓർത്തിരിക്കുക. പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ് ആണ്. പുട്ട് അക്രോസ് വീണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? ചൂസ് ദി കറക്റ്റ് ഫ്രേസൽ verb to complete the sentence ആണ്. The fireman were unable to dash the fire before it spread ആണ്. അപ്പോൾ എന്താണ്? extinguish the fire, put out ആണ്. put off എന്താണ്? postpone ആണ്. put up എന്താണ്? tolerate ആണ്. put on എന്താണ്? wear ആണ്. put down എന്താണ്? stop ആണ്. എപ്പോഴും പറഞ്ഞ കാര്യമാണ്. repeated questions. കോൾ ഓഫ് ഉണ്ട്, ക്യാൻസൽ, മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാതെ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ്ലി യൂസ്ഡ് ഇഡിയം ആണ്. ഷീ ഹിറ്റ് ദ റൂഫ് വെൻ ഷീ ഹേർഡ് ദി ന്യൂസ്. ഹീ പുൾഡ് മൈ ലെഗ്സ് ലിറ്ററലി. അത് ആക്ച്വലി ഒരു ഇഡിയം അല്ല, അതൊരു മീനിങ് പോലെ വരുന്നതാണ്. ദി എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് ബട്ട് ഐ ഫീൽ. പീസ് ഓഫ് കേക്ക് പഠിച്ചതാണ്. ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് പീസ് ഓഫ് കേക്ക്. കാരണം എളുപ്പമുള്ള എക്സാം പിന്നെ ഫെയിൽ ആവേണ്ട കാര്യമില്ല. അപ്പോൾ അതെന്തായാലും കറക്റ്റ്ലി യൂസ്ഡ് ഇഡിയം അല്ല. ഐ ആം ഫീലിംഗ് അണ്ടർ ദി സ്കൈ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അണ്ടർ ദി വെതർ എന്നാണ് ഉള്ളത്. ലൈക്ക് ഇൽ ഫീലിംഗ് ഒക്കെ തോന്നുന്നത്. അണ്ടർ ദി സ്കൈ പറയുമ്പോൾ കൺഫ്യൂസ് ആയി പോകുന്നത്. അണ്ടർ ദി സ്കൈ നമ്മൾ യൂസ് ചെയ്യാറില്ല, അണ്ടർ ദി വെതറാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ എന്താ മാത്രമേ അതിൽ ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ. ഷീ ഹിറ്റ് ദ റൂഫ് വെൻ ഷീ ഹേർഡ് ദി ന്യൂസ്. ലൈക്ക് ഭയങ്കര ഹാപ്പി ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഹെഡ്, ഹാൻഡ്, ഐ, ഫൂട്ടൊക്കെ വെച്ചുള്ള ഇഡിയംസ് നമുക്ക് നോക്കാം. ഹെഡ് വെച്ചിട്ടാണെങ്കിൽ കീപ് വൺ സൈഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ടു റിമെയിൻ കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഭയങ്കര കാമായിട്ട് ഇരിക്കുന്നതിനെ പറയുന്ന പേരാണ് ടു കീപ് വൺ സൈഡ് എന്ന് പറയുന്നത്. ലോസ് വൺ ഹെഡ് എന്ന് പറയുമ്പോഴാണെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടോ ലൈക്ക് ഓപ്പോസിറ്റ് ആയിട്ടോ. കീപ് വൺ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സിറ്റുവേഷനിൽ ഭയങ്കര കാമായിട്ടിരിക്കുക. ലോസ് വൺ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആയിട്ടിരിക്കുക. ഹാൻഡ് പറയുമ്പോഴത്തേക്കും ഗീവ് എ ഹാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ ഹെൽപ്പ് ചെയ്യുക. വാഷ് വൺസ് ഹാൻഡ് എന്ന് പറയുമ്പോൾ
പറയുമ്പോഴത്തേക്ക് കൈ കഴിയുക, അയാളെ മറ്റേ എന്താ ലൈക്ക് ടേക്കിംഗ് ഡസ് നോട്ട് ടേക്കിംഗ് റെസ്പോൺസിബിൾ ഫോർ സംതിങ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഐ ടു ഐ എന്ന് പറയുമ്പോഴത്തേക്ക് എഗ്രി വിത്ത് സമ്മണാണ്. ടേൺ ബ്ലൈൻഡ് ഐ എന്ന് പറയുമ്പോൾ ഇഗ്നോർ ചെയ്യാന്ന് അർത്ഥമായിരിക്കും. പിന്നെ ഫൂട്ട് ആൻഡ് ലെഗ് വരുന്ന അർത്ഥമുണ്ട്. പുട്ട് വൺസ് ഫൂട്ട് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് ടു ബി ഫേം അബൌട്ട് സംതിങ് ആണ്. ടു ഗെറ്റ് എ കോൾ ഫീറ്റ് എന്താണ്, അപ്പം നെർവസ് ആവുക, അങ്ങനെ പേടിക്കുക, ആ സംഭവങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതോടുകൂടി 2025 ഡിഗ്രി ലെവൽ ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിക്സഡ് പ്രൊപ്പോസിഷൻ നമ്മളെ സത്യം പറഞ്ഞാൽ മറ്റേ ഗ്രാമർ വീഡിയോയിൽ ഡിസ്കസ് ആയി പോയി. സോ 2-3 വൊക്കാബുലറി ടൈപ്പ് നമ്മൾ അതിലങ്ങ് ഡിസ്കസ് ആയിപ്പോയി. ബട്ട് ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് വരുന്നുണ്ട്. പിന്നെ ഈ വാക്കുകളുടെ ആൻറ്റണിമംസ് സിനോണിംസ് ആണ് കുറച്ച് കട്ടിയുള്ള വാക്കുകൾ വരാൻ പെട്ടുപോകുന്നത്. എന്നാൽ നമുക്ക് 2025 നമുക്ക് കുറച്ചധികം നമുക്ക് ലൈക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് വൊക്കാബുലറി നമുക്ക് അടുത്ത് നമുക്ക് 2024 ഡിഗ്രി ലെവൽ ചോദിച്ചിട്ടുള്ള സകലമായ വൊക്കാബുലറി ക്വസ്റ്റ്യൻസും പഠിക്കാം. ഓക്കെ.